ടെക്സ്റ്റൈൽസ് ഉടമയ്ക്ക് നേരെ ഗുണ്ടാക്രമണം. വിമുക്ത ജവാൻ സജികുമാറിനും ഇയാളുടെ ബന്ധുവായ സജി എസ് നായർക്കുമാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ഇന്ന് ഉച്ചയോടുകൂടി കടയിൽ 3 അംഗ സംഘം എത്തുകയും സാധനം വാങ്ങി പൈസ നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കവുമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. വാർത്തയുടെ വിവരങ്ങളുമായി മാനസ് ചേരുന്നുണ്ട്. മാനസ, ഇന്ന് ഉച്ചയ്ക്കാണ് സംഭവം എന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള ആക്രമണത്തിന് കാരണം എന്തായിരുന്നു? മാത്രമല്ല, ഒരാളെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? തീർച്ചയായും ശ്രീജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടിയാണ് 3 പേരടങ്ങുന്ന സംഘം ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് എത്തുകയും ഇത്തരത്തിൽ സാധനം വാങ്ങി പൈസ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഗൂഗിൾ പേ ചൊല്ലിയാണ് തർക്കമുണ്ടായത് എന്നതാണ് ലഭിക്കുന്ന വിവരം. ഇതിന് ശേഷം ഭാര്യയുടെ മോശമായി, അതായത് ആക്രമണത്തിൽ പരിക്കേറ്റ സജീവമാരുടെ ഭാര്യയോട് മോശമായി പെരുമാറി എന്ന ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് ടെക്സ്റ്റൈൽസ് ഉടമ സജിയെയും സജിയുടെ ബന്ധുവായ സജി മറ്റൊരു ആളെയും കൂടി ഇത്തരത്തിൽ അക്രമ സംഘം മർദ്ദിക്കുന്നത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഭവത്തിൽ ആര്യങ്കുളം പോലീസ് കേസെടുത്തിട്ടുണ്ട്. 3 പേരടങ്ങിയ സംഘമായിരുന്നു. അതിൽ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റു 2 പേരെ നിലവിൽ കണ്ടെത്താനായിട്ടില്ല. അവർക്കായിട്ടുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ശരി. തിരുവനന്തപുരം കാട്ടാക്കട ആര്യങ്കോട് ടെക്സ്റ്റൈൽസ് ഉടമയ്ക്ക് നേരെ ഗുണ്ടാക്രമണം. വിമുക്ത ജവാൻ സജികുമാറിനും ഇയാളുടെ ബന്ധുവായ സജി എസ് നായർക്കുമാണ് ക്രൂരമായി മർദ്ദനമേറ്റത്. ഇന്ന് ഉച്ചയോടുകൂടി കടയിൽ 3 അംഗ സംഘം എത്തുകയും സാധനം വാങ്ങി പൈസ നൽകുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. ആക്രമണത്തിൽ തലയ്ക്കും കൈക്കും ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, സംഭവത്തിൽ ഇപ്പോൾ ഒരാളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അതിനു പുറമെ മറ്റ് 2 പേർക്കായുള്ള അന്വേഷണം ഇപ്പോൾ തുടരുകയാണ്. മാനസിയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.